ഉത്തരാഖണ്ഡിൽ ത്രിയുഗി നാരായൺ ക്ഷേത്രം ഉണ്ട്. അവിടെയാണ് ശിവ പാർവതിയുടെ വിവാഹം നടന്നത് എന്ന് കരുതുന്നു. അവിടെ അഖണ്ഡ ജ്യോതി അന്ന് തെളിയിച്ചു എന്നാണ് സങ്കല്പം. അപ്പോൾ അഖണ്ഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരിക്കലും വേർപിരിക്കാൻ പറ്റാത്തത്, ഒരിക്കലും വേർപെടുത്താൻ സാധിക്കാത്തത്, ഒരിക്കലും മുറിഞ്ഞു പോകാത്തത്, എന്നെന്നും നിലനിൽക്കുന്നത്, നിലകൊള്ളുന്നത്. അതാണ് ശിവശക്തി സംഗമം, സംഗമിക്കുന്നത്. എറ്റേണിറ്റി, എവർലാസ്റ്റിംഗ്, അതാണ് ശിവപാർവതി കല്യാണം. സുന്ദര കല്യാണം. ഇത് അതിൻ്റെ ഒരു കൊത്തുപണിയാണ്. ഈ ശിവ പാർവതി വിവാഹത്തിൻ്റെ ഒരു കൊത്ത് പണിയാണ്. ഇതുണ്ട്, ദ്വാരപാലകന്മാരൊക്കെ ഉണ്ട്, നർത്തകന്മാരൊക്കെ ഉണ്ട്. അങ്ങനെ താള മേള ലയത്തോടു കൂടി ദേവി ദേവന്മാരുടെ സാന്നിധ്യത്തോടു കൂടിയുള്ള മംഗള കർമ്മമാണ് ശിവപാർവതി കല്യാണം. ഇപ്പോൾ പാർവതി എന്ന് പറഞ്ഞാൽ ശക്തിയുടെ ആ ഒരു അവതാരം തന്നെയാണല്ലോ പാർവതി. അങ്ങനെ ഭഗവാൻ ശിവനെ അതീവമായിട്ട് ധ്യാനിച്ച് തൻ്റെ സ്വന്തം ഭർത്താവാകണം എന്ന് കൊതിച്ച് ആ ഭക്തിയിൽ ശിവൻ ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തി ഒടുക്കമാണല്ലോ പാർവതി ദേവിയെ തൻ്റെ വധുവായിട്ട് സ്വീകരിച്ചത്. അങ്ങനെ ഇത് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. ഈ കാണുന്നത് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ്. ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഇത് ഈട്ടി തടിയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിൽ ഇത് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്കിത് ലോകത്തിന് അത് കാണിക്കാൻ വേണ്ടി, നിങ്ങൾക്ക്, എൻ്റെ സുഹൃത്തുക്കളായ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ എടുത്ത് ക്യാമറയുടെ മുമ്പിൽ വെച്ചതാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി നമുക്ക് ഇവിടെ ഒരു കൗതുകകരമായിട്ടുള്ള കാഴ്ചകൾ ധ്യാനം ചെയ്യാം. അപ്പോൾ ഇത് വന്ന് വണങ്ങി ആരാധിച്ച് നമ്മൾ തൊഴുത് ചെയ്യും, നല്ലതല്ലേ? അങ്ങനെ വിവാഹം കഴിക്കാത്തവർക്ക് എന്തായാലും ഇവിടെ ജ്യോതിഷമുണ്ട്, ജ്യോതിഷപരമായിട്ടുള്ള പരിഹാരങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്, പ്രതിവിധികൾ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇതും ഒരു വിശ്വാസമാണല്ലോ. ഇത് കൊത്തുപണിയാണ്, ഏതോ കാലത്ത് ചെയ്തിട്ടുള്ളതാണ്, നമ്മുടെ കയ്യിൽ വന്നു, നമ്മുടെ കയ്യിലുണ്ട്. ഇത് ശിവപാർവതി കല്യാണമാണ്. അങ്ങനെ വിവാഹം ആഗ്രഹിച്ച് വിവാഹം നടക്കാതിരിക്കുന്ന ദമ്പതികൾ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക്, ദാമ്പത്യ ജീവിതം ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹിക്കുന്നവർ വരും നമ്മുടെ പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിലേക്ക് വരിക. ജ്യോതിഷപരമായിട്ടുള്ള നമുക്ക് അതിന് തടസ്സങ്ങൾ എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. നിങ്ങൾക്ക് ശരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. അങ്ങനെ ഇതും ഒന്ന് കണ്ട് കൺനിറയെ കൺകുളിർക്കെ ഒന്ന് ആസ്വദിക്കാം. ഒരു ധ്യാനം പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് പതിയട്ടെ. ഇത് ശിവപാർവതി കല്യാണമാണ്. അങ്ങനെ മംഗളം ഭവിക്കട്ടെ. പോസിറ്റീവ് തിങ്കിങ് സെൻറ്ററിലേക്ക് വരിക. മുഖത്തലയിലുള്ള നമ്മുടെ കരിഞ്ഞമ്പള്ളി ക്ഷേത്രത്തിനും ചെറിയമ്പനാട് കുളത്തിനും ഇടയിൽ നിലകൊള്ളുന്ന താഴിയിൽ ഇറ കോൺക്രീറ്റ് റോഡ്, ഓപ്പോസിറ്റ് വായിൽ ഭംഗി വന്ന് ആസ്വദിക്കുക, ധ്യാനം ചെയ്യുക. നമ്മുടെ ഈ ഒരു ശിവപാർവതി കല്യാണം കണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഇംപ്രഷൻ, ഈ മുദ്രണം പതിയട്ടെ. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ആഗ്രഹം സാധിക്കട്ടെ. എല്ലാം ഓരോ വിശ്വാസമാണല്ലോ. തടസ്സങ്ങൾ മാറട്ടെ. ഓം നമഃ ശിവായ. ഓം ശിവശക്തി മഹാത്മ്യം, മഹത്വം പ്രചരിക്കട്ടെ. ഉമാമഹേശ്വരി സങ്കല്പം, അർദ്ധനാരീശ്വര സങ്കല്പം, അത് മറ്റൊരു സങ്കല്പമാണ്. അർദ്ധനാരീശ്വരി സങ്കല്പം, ഉമാമഹേശ്വരി സങ്കല്പം, ശിവശക്തി സംഗമം എല്ലാവരുടെയും ജീവിതത്തിൽ മംഗളമായി ഭവിക്കട്ടെ. നന്മ ഉണ്ടാകട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. വരിക.